ധന്യ, ഇറാൻ ഇസ്രായേൽ ആറ്റം ബോംബ് വിട്ടെന്നൊക്കെ കേട്ടല്ലോ, എന്താ സംഭവം? ശരിയാണ്. ഇസ്രായേലിന്റെ മനസമാധാനം കെടുത്തിക്കൊണ്ട് ഇറാൻ രംഗത്തെത്തുകയാണ്. ഇനി ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഞങ്ങൾ തയ്യാറല്ല. ഇനി ഒരു നടപടിക്കും ഞങ്ങൾ തയ്യാറല്ല. ഇനി സമാധാനവും വേണ്ട, വെടിനിർത്തൽ കരാറും വേണ്ട, ഒന്നും വേണ്ട. ട്രംപിനോട് ഇറങ്ങി പോകാൻ പറ. ഞങ്ങൾ ഇസ്രായേൽ അണുവായുധം ഇട്ട് കഴിഞ്ഞു. അതിന്റെ വീഡിയോ ഒക്കെ ഇവിടെ പ്രചരിച്ചു. എല്ലാം കഴിഞ്ഞു. ബെഞ്ചമിൻ നെതന്യാഹു ആ അണുവായുധം ഇട്ടതിന്റെ ഇടയിൽ തീർന്നോ ഇല്ലയെന്ന് അറിയില്ല. ഇസ്രായേൽ അവിടെ ഉണ്ടോ ഇല്ലയെന്നും ഇപ്പോഴും അറിയില്ല. അത്തരത്തിൽ വലിയ സംഭവങ്ങളാണ് ഇറാനിൽ നടന്നത്. സാധാരണ ഈ ആറ്റം ബോംബൊക്കെ വീണ് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു മനുഷ്യ പ്രതിസന്ധി, വലിയ രീതിയിലുള്ള നാശനഷ്ടം, ആളുകളൊക്കെ മരിക്കും. എന്നിട്ട് അതിന്റെ ഒന്നും ഒരു ലക്ഷണവും ധന്യയുടെ മുഖത്ത് കാണുന്നില്ല. ഒരു ഭീതിയില്ല, സങ്കടമില്ല. വളരെ തമാശ പോലെയാണല്ലോ കാര്യങ്ങൾ പറയുന്നത്. വീണത് ഇസ്രായേലിലല്ല, എയിലാണ്. ഇനി ഞങ്ങൾ ആക്രമിച്ചാൽ ഇസ്രായേലിന്റെ അവസ്ഥ ഇതായിരിക്കും എന്ന് വീഡിയോയിലൂടെ ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ശരി. മറ്റൊരു പാട്ടുണ്ടായിരുന്നല്ലോ, വൈഡൂര്യ കൊട്ടാരം സ്വപ്നത്തിൽ കെട്ടാനും വഴിയില്ലാത്തോനെന്തും വീമ്പിളക്കാം. വീമ്പിളക്കലാണോ? വീമ്പിളക്കല. അവരെ ഇസ്രായേലിനെ തകർക്കും, ഇനി ഞങ്ങളോട് കൂടുതൽ കളിച്ചാൽ നിങ്ങളെ വച്ചേക്കില്ല എന്നൊക്കെ പറഞ്ഞ് എക്സിലൂടെയാണ് ഈ ഒരു പോസ്റ്റ് രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത് എന്നാണ്. അതായത് ഒരൊറ്റ വീഡിയോ പുറത്തു വിട്ടുകൊണ്ടാണ് ഇസ്രായേലിന്റെ സമാധാനം ഇറാൻ കെടുത്തിയിരിക്കുന്നത്. ഇസ്രായേലിൽ അണുവായുധം പ്രയോഗിച്ചാൽ എങ്ങനെയിരിക്കും, ഇതാണ് വീഡിയോയുടെ ഉള്ളടക്കം. ആ വീഡിയോയിൽ എല്ലാം ഉണ്ടെന്നാണ്. ഒന്ന് കരുതിയിരുന്നോളൂ, അധികം കളിച്ചാൽ അണുവായുധം പ്രയോഗിച്ചേക്കുമെന്ന മുന്നറിയിപ്പായിരിക്കണം ഈ വീഡിയോയിലൂടെ ഇറാൻ ഉദ്ദേശിച്ചത്. ഇസ്രായേലിൽ അണുവായുധം പ്രയോഗിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് ചൂണ്ടിക്കാട്ടുന്ന ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയാണ് പുറത്തു വന്നത്. ഈ സ്റ്റോറി പങ്കുവച്ചിരിക്കുന്നത് ഇറാൻ പാർലമെന്റ് സ്പീക്കറുടെ ഉപദേഷ്ടാവിന്റെ ഒഫീഷ്യൽ അക്കൗണ്ടിൽ നിന്നുമാണ്. മുഹമ്മദ് ബാഖർ ഗലീബിയുടെ ഉപദേഷ്ടാവ് മുഫ്തി മുഹമ്മദിയാണ് ഈ വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇസ്രായേലിൽ അണുവായുധം പ്രയോഗിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് AI ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ച വീഡിയോ ആണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇസ്രായേലിന്റെ മാപ്പിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. AI ചിത്രങ്ങളും വീഡിയോകളും ഉപയോഗിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രചാരണം നടത്തുന്ന ഇസ്രായേൽ നടപടിയാണ് ഇറാനെ ചൊടിപ്പിച്ചതെന്നാണ് ഇറാൻ പറയുന്നത്. അതായത് ജൂൺ 23 ഇറാന്റെ തലസ്ഥാനമായ യെവിൻ ജയിലിൽ ഇസ്രായേൽ സൈന്യം ബോംബാക്രമണം നടത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് ആക്രമണത്തെ മുൻകൂട്ടി കാണിക്കുകയും തടവുകാരെ മോചിപ്പിക്കാൻ ഇറാനികളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന പോസ്റ്റുകൾ പേർഷ്യൻ ഭാഷയിൽ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ബോംബുകൾ പൊട്ടി നിമിഷങ്ങൾക്കുള്ളിൽ ഈ ജയിലിന്റെ പ്രവേശന കവാടത്തിൽ സ്ഫോടനം നടന്നതായി അവകാശപ്പെടുന്ന വീഡിയോയും പ്രചരിപ്പിച്ചു. എക്സിലെ ഒരു പോസ്റ്റിൽ പേർഷ്യൻ ഭാഷയിൽ ഫ്രീ വിൻ എന്ന ഒരു ഹാഷ്ടാഗും ഉണ്ടായിരുന്നു. ജയിലിന് നേരെ ഉണ്ടായ ആക്രമണം യാഥാർത്ഥ്യമായിരുന്നു. പക്ഷെ പിന്നീട് ആക്രമണം നടത്തിയ സ്ഥലങ്ങൾ എന്ന പേരിൽ പ്രത്യക്ഷപ്പെട്ട പലതും AI സാങ്കേതിക വിദ്യയുടെ നിർമ്മിതികളായിരുന്നു. ഇസ്രായേലിന്റെ ഈ തന്ത്രത്തിനാണ് ഇറാൻ ഇപ്പോൾ തിരിച്ചടി AI വീഡിയോയിലൂടെ നൽകിയിരിക്കുന്നത്. സൈക്കോളജിക്കൽ ഓപ്പറേഷൻസ് അഥവാ സയോപ്സ് എന്ന് വിളിക്കുന്ന ഈ ഇൻഫർമേഷൻ വാർഫെയറിന് യുദ്ധത്തോളം തന്നെ പഴക്കമുണ്ട്. ടെഹ്റാൻ സർക്കാരിലുള്ള വിശ്വാസം ഇല്ലാതാക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി ഇസ്രായേൽ തുടങ്ങി വെച്ച ഡിജിറ്റൽ യുദ്ധം ഇപ്പോൾ ഇസ്രായേലിന് തന്നെ തിരിച്ചടിയാകുന്നു എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. വീഡിയോ മുഫ്തി മുഹമ്മദി ഉടൻ പിൻവലിച്ചെങ്കിലും ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇറാൻ ഇന്റർനാഷണൽ വീണ്ടും ഇതെടുത്ത് പുറത്തുവിട്ടു. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ ഇറാൻ ഇപ്പോഴും അവകാശപ്പെടുകയാണ് അവരുടെ കയ്യിൽ ആറ്റം ബോംബ് ഉണ്ട് അല്ലേ? പാകിസ്ഥാൻ ഇന്ത്യയോട് പറഞ്ഞതല്ലേ ഇപ്പൊ പൊട്ടിക്കും. പക്ഷെ ഇത് ഇറാന് വലിയ തിരിച്ചടിയാകുമല്ലോ. കാര്യം അവര് ഇല്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ കയ്യിൽ ആറ്റം ബോംബ് ഇല്ല, ഉള്ളത് ഞങ്ങളുടെ ഊർജ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അതേസമയം തന്നെ അവർ ഇസ്രായേലിന് നേരെ ഭീഷണി മുഴക്കുകയാണ്, ഞങ്ങൾ അവിടെ ആറ്റം ബോംബിട്ട് തകർക്കും. അപ്പോൾ അമേരിക്കയുടെ ആരോപണം അപ്പോൾ സത്യമാണ്, ഇവരുടെ കയ്യിൽ എന്തോ ഉണ്ട്, പൊട്ടിക്കാൻ പറ്റിയ എന്തോ ഉണ്ട്. അതാണ് ഇവർ ഇത്രയും ശക്തി ഇത്രയും വീര്യം പ്രകടിപ്പിക്കുന്നത്. ഞങ്ങൾ തകർക്കുമ്പോൾ നമ്മുടെ കയ്യിൽ മറ്റൊരാളെ ആക്രമിക്കാനുള്ള എന്തെങ്കിലും സാധനം കയ്യിൽ ഉണ്ടെങ്കിലല്ലേ നമ്മൾ നിനക്ക് കച്ചിട്ടുണ്ടടാ നീ നോക്കി സൂക്ഷിച്ചോ എന്ന് പറയണമെങ്കിൽ അവനെതിരെയുള്ള എന്തെങ്കിലും ഒരു ആയുധം നമ്മുടെ കയ്യിൽ വേണം. അത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ അവൻ്റെ കൂടെ വീരവാദം മുഴക്കാൻ പോകില്ല, അവൻ്റെ വഴിക്ക് അവനെ വിടും. അപ്പൊ ഇവിടെ ഇറാൻ ഇത്രയും വലിയൊരു വീരവാദം ഇസ്രായേലിനെതിരെ മുഴക്കെങ്കിൽ ഉറപ്പാണ് ഇവരുടെ കയ്യിൽ അണുവായുധമുണ്ട്. പിന്നെ ഇവരെ സംബന്ധിച്ച് ഇവരത് പൊട്ടിക്കാനും മടിക്കില്ല.
ഇറാനെ സംബന്ധിച്ചിടത്തോളം. കാരണം മതം തലയ്ക്ക് പിടിച്ചവരല്ലേ, ചിന്തിക്കാൻ ശേഷിയില്ല, എന്ത് പ്രവർത്തിക്കുന്നവർക്ക് അറിയില്ല. അപ്പോൾ പിന്നെ കുറെ മതം തലയ്ക്ക് പിടിച്ച കുറെ ആളുകളോട് ഇത് പൊട്ടിക്കണമെന്ന് പറഞ്ഞാൽ അവർ അത് ചെയ്യും. ഇതിന്റെ അകത്ത് വർക്ക് ചെയ്യുന്ന ശാസ്ത്രജ്ഞന്മാർ അടക്കം മതം തലയ്ക്ക് പിടിച്ചവരാണ്. അപ്പൊ ഇന്നലെ തന്നെ ഈ യമനിൽ നിമിഷപ്രിയമായി ബന്ധപ്പെട്ട ചർച്ച ഖുറാൻ മുന്നിൽ വെച്ചുകൊണ്ട് അത് ഉദ്ധരിച്ചുകൊണ്ടുള്ള ചർച്ചകളാണ് നടന്നതെന്നാണ് പറയുന്നത്. മര്യാദയ്ക്ക് സംസാരിച്ചാൽ ഇവന്മാർ കേൾക്കില്ല. അതുകൊണ്ട് മതത്തെ കൂട്ടിപ്പിടിച്ചാലേ ഇവന്മാരോട് സംസാരിക്കാൻ കഴിയൂ. ആ ഒരു നിലപാടാണ് ഇറാനും ഉള്ളത്. മതമാണ് ഇവന്മാരുടെ എല്ലാം. പക്ഷേ ഈ അന്താരാഷ്ട്ര ആണവ ഊർജ്ജ ഏജൻസിയുടെ കണക്ക് പ്രകാരം ഇറാന്റെ കയ്യിൽ 400 കിലോ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ടെന്നാണ്. അതായത് അവർ ഔദ്യോഗിക രേഖകളിൽ പറയുന്ന 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം, അതായത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് ആവശ്യമായ ഈ ഒരു ആയുധമായിട്ട് തന്നെ മാറ്റണമെങ്കിൽ അതായത് 90% വരെ സമ്പുഷ്ടീകരണം നടത്തണം. നടത്തിയെന്നല്ലേ അവർ പറയുന്നത്? നടത്തിയിട്ടുണ്ടാകും എന്നുള്ള സംശയം മാത്രമേ ഉള്ളൂ. ഇറാൻ ഔദ്യോഗികമായിട്ട് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. സത്യം പറയൂലല്ലോ. പക്ഷേ ഇങ്ങനെയുള്ള വീഡിയോകൾ പ്രചരിപ്പിക്കുന്നതിന്റെ പിന്നിലുള്ള ഉദ്ദേശം ഇപ്പൊ എന്തായിരിക്കും? അവരുടെ കയ്യിൽ സാധനം ഉണ്ടെന്ന് അവർ പരോക്ഷമായി സമ്മതിക്കലല്ലേ? ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ പ്രചരിപ്പിക്കുമ്പോൾ ഒരുപക്ഷെ ലോകം തന്നെ ചോദിക്കില്ല, നിങ്ങളുടെ കയ്യിൽ സാധനം ഇല്ലല്ലോ, പിന്നെ നിങ്ങൾ എങ്ങനെയാ ഇത് പൊട്ടിക്കുമെന്ന് പറയുന്നത് എന്നുള്ളൊരു ചോദ്യം വരും സ്വാഭാവികമായും. അപ്പോ ഇത് ഇത്തരം അതിന്റെ ഇടയിൽ ഒന്ന് ചോദിക്കോട്ടെ, ഇവർ വീഡിയോ ഒക്കെ ഇറക്കുന്നുണ്ടല്ലോ, ഈ ഇസ്രയേലിന്റെ ആക്രമണത്തിൽ തകർന്ന അവരുടെ സൈനിക ആസ്ഥാനത്തിന്റെ പൊട്ടിയ ഓട് മാറ്റിയിട്ടായിരുന്നു. അതിനല്ലേ ചൈനയിൽ നിന്ന് ഇവര് സാധനം ഇറക്കിയത്. അപ്പൊ ഇപ്പൊ അവിടെ ഏതാണ്ട് വലിയ രീതിയിലുള്ളൊരു അരക്ഷിതാവസ്ഥയുണ്ട്. ഒരു 600-ഓളം പേര് കൊല്ലപ്പെട്ടു എന്നാണ് ഔദ്യോഗിക കണക്ക്. ഇറാനിൽ ഇസ്രയേലിന്റെ ആക്രമണത്തിൽ 600-ഓളം പേർ. ഏറ്റവും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായ ഒരു രാജ്യമാണ് ഇറാൻ. അല്ല, ഏറ്റവും വലിയ മതപ്രിയനാണ് ഖമനേയി. അയാൾ തീരാതെ ഇറാൻ രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല. കാരണം മതം തലയ്ക്ക് പിടിച്ചിരിക്കുന്ന, ജനാധിപത്യം ഇല്ലാത്ത, സ്വാതന്ത്ര്യമില്ലാത്ത മതമാണെല്ലാം എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് അവിടെ ഭരിക്കുന്നത്. അവരില്ലാതായാൽ മാത്രമേ ഇതിനൊരു ശാശ്വത പരിഹാരം എപ്പോഴെങ്കിലും ഉണ്ടാകൂ. ഇനി വരുന്ന ഒരു ജനാധിപത്യ സർക്കാർ ആണെങ്കിൽ മാത്രം. അതായത് ഇവർ ഈ ആണവ ആയുധം അല്ലെങ്കിൽ ആണവ ഇന്ധനം സൂക്ഷിച്ചിരിക്കുന്ന 3 സ്ഥലത്താണ്. ഒന്ന് ഫോർദോ എന്ന് പറയുന്ന സ്ഥലത്ത്, പിന്നെ ഒന്ന് നദാൻസും, പിന്നെ ഇസ്ഫഹാൻ. അതിൽ ഈ ഫോർദോയിലെയും നദാൻസിലെയും വിവരം നമുക്കറിയില്ല. അവിടെ മൊത്തം തകർത്തു. അതിൻ്റെ ഈ ഭൂഗർഭ അറയിൽ എവിടെയോ അത് ഇരിപ്പുണ്ട്. അത് ചിലപ്പോൾ തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് വിവരം. പക്ഷേ ഈ ഇസ്ഫഹാനിലെ സംഗതി, ആണവ ഇന്ധനം അവിടെ എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയില്ല. അത് ഇറാന്റെ കയ്യിൽ അവർക്കത് പുനരുജ്ജീവിപ്പിച്ചെടുക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് കുറെ കാലം എടുക്കും. ഇസ്രായേൽ അവകാശപ്പെടുന്നത് അവരുടെ ആണവ പദ്ധതികൾ നമ്മൾ വർഷങ്ങളോളം പിന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ്. പക്ഷേ ഈ വീഡിയോയിലൊക്കെ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ എവിടെയോ ഇവരെന്തൊക്കെയോ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്, അതെടുത്ത് വെച്ച് പ്രയോഗിക്കും എന്നുള്ളതാണ്. ഏതായാലും ഇസ്രായേൽ ഒന്ന് കരുതിയിരിക്കുന്നതല്ല. നല്ലതായിരിക്കും. അതെ.